എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഫയൽ റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണം. ഇതിൽ നമ്പർ ഇടുന്നുണ്ട്, എൻ്റെ വാട്സാപ്പ് നമ്പർ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണം. ചെറിയൊരു ഫീസ് ഉണ്ട്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തരണം കേട്ടോ, പേഴ്സണൽ റീഡിങ് എടുക്കണമെങ്കിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിന്ന് നോക്കുന്നത് ഫയൽ റീഡിങ് ആണ്. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ, ഒരു കാര്യം വിചാരിച്ചിട്ട് അത് നടക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പൈൽ ഇതും രണ്ടാമത്തെ പൈൽ ഇതും. അപ്പം നമുക്ക് ഒന്നാമത്തെ പൈൽ, ഇത് വിചാരിച്ച ആൾക്കാർക്ക് എന്താണ്, നിങ്ങൾ ഒരു കാര്യം വിചാരിക്കുക, എന്നിട്ട് അത് നടക്കുമോ ഇല്ലയെന്ന് നോക്കാം. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുകയില്ല എന്നാണ് പറയണത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇത്തിരി അതിന് നിരാശയാണ് വരുന്നത്, അത് സാധ്യമാവില്ല എന്നാണ് പറയണത്. ഒരു സ്നേഹിതനായിട്ട് നിങ്ങൾക്ക് അപായം ഉണ്ടാവും. ആരെങ്കിലും നിങ്ങളെ അപായപ്പെടുത്തും. നിങ്ങളുടെ അടുത്ത് സ്നേഹം കൂടി നിന്നിട്ട് നിങ്ങളെ ചതിക്കുകയും നിങ്ങളെ ചതിക്കും. അവനെ വിശ്വസിക്കേണ്ട. നിങ്ങളുടെ കൂട്ടുകൂടി വന്നാലും ഒരു കൂട്ടുകാരൻ നിങ്ങളെ ചതിക്കാനായിട്ടുണ്ട്, അവനെ വിശ്വസിക്കേണ്ട. നിങ്ങൾ അപായപ്പെടുത്താനുണ്ട്. കുലദൈവത്തിന്, അതായത് ധർമ്മദൈവത്തിന്, നിങ്ങളുടെ പരദേവതകളൊക്കെ പൂജിച്ചു വരാം കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് പൂജിച്ച ഉടനെ തന്നെ ഫലം കിട്ടില്ല. അവരെ എല്ലാ മാസമൊക്കെ പോയി അവിടെ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുക. അവർക്ക് വേണ്ട അവിടേക്ക് എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യുക. യഥാവിധി വഴിപാട് നിങ്ങൾക്ക് കയ്യിലുള്ളതിനനുസരിച്ച് അവിടെ വഴിപാടുകൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടായിരിക്കും. അതായത് കുടുംബ പരദേവതകൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഫലപ്രാപ്തി കിട്ടും. പിന്നെ സ്ത്രീ വിഷയത്തിൽ എന്തോ ഒരു പ്രശ്നം കിടന്ന് കളിക്കുന്നുണ്ട്. അവരെ പറ്റി നിനക്കൊന്നും അറിയുന്നില്ല. അവർ അത്ര നല്ല പുള്ളിയല്ല. അപ്പോൾ അവരെ പറ്റി നീ ഒന്നും അറിയുന്നില്ല. അതുകൊണ്ടാണ് നീ അവരെ ഓർത്തിട്ട് വ്യസനിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീ അത്ര വിശ്വസിക്കേണ്ട അവരെ കേട്ടോ. നിന്നോട് നിന്നെ എങ്ങനെയാണ് പെരുമാറുന്നു അത്ര ഇരട്ടി ശക്തിയോടെയാണ് പ്രതികരിക്കുക. ബുദ്ധിയുള്ള നീ തീരുമാനിക്കുക, ശുഭമാകുക. അപ്പോൾ അവരെ വിശ്വസിക്കേണ്ട എന്നാണ് പറയണത്. ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളായിട്ട് നല്ല അടുപ്പത്തിൽ വരും. അപ്പോൾ അവരെയും വിശ്വസിക്കേണ്ട. പിന്നെ ഒരു പെണ്ണായിട്ട് എന്തോ ഒരു ഇതുണ്ട്. അപ്പോൾ അവരോർത്തിട്ട് നിങ്ങൾ ഒരുപാട് വ്യസനിക്കുന്നുണ്ട്. പക്ഷേ അവരെ വിശ്വസിക്കരുതെന്നാണ് പറയണത്. അത്ര നല്ല ഇതല്ല. അവരിൽ നിന്ന് നിങ്ങൾക്ക് ഗുണങ്ങളൊന്നും കിട്ടില്ല, അവരെ വിട്ടേക്കൂ, അതാണ് പറയുന്നത്. ഇനി അടുത്തത് പൈല് സെലക്ട് ചെയ്യുന്നത് ഇതാണ് സെക്കൻഡ് പൈല്. ഇത് സെലക്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ വിചാരിച്ച കാര്യം സാധിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾ വിചാരിച്ച കാര്യം സാധിക്കും എന്നാണ് പറയണത്. പോയതെല്ലാം തിരിച്ചു കിട്ടുമെന്നാണ് പറയണത്. ധനലാഭം ഉണ്ടാവും. നല്ല സ്നേഹിതന്മാരുടെയൊക്കെ സഹായം ഉണ്ടാവും. പലവിധമായ ആലോചനകളൊന്നും വേണ്ട. ഈശ്വരവിശ്വാസിയായ നീ ഈശ്വരനെ തന്നെ സ്നേഹിക്കുക. അപ്പം എല്ലാം നിങ്ങൾ കിട്ടും. നിങ്ങൾക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങാതെ ഈശ്വരൻ നിനക്കൊരിക്കലും പ്രസാദിക്കില്ല. അപ്പോൾ ആൾക്കാരെയും സ്നേഹിക്കുക, ഈശ്വരനെയും സ്നേഹിക്കാം. നിങ്ങൾക്ക് അപ്പം നല്ലത് വരും. ശരിയായ മാർഗത്തിലൂടെ ഒക്കെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പം എല്ലാ ഐശ്വര്യങ്ങളും വരും എന്നാണ് പറയുന്നത് കേട്ടോ. ഈശ്വരൻ നിങ്ങൾക്ക് അരികിലേക്ക് തന്നെ വരും. അത് ഏതെങ്കിലുമൊക്കെ രൂപേണ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് നല്ലത് കാണിച്ചു തരാനൊക്കെ ആയിട്ട്, ശരിയായ വഴിയിലേക്ക് നിങ്ങളെ നയിക്കാനായിട്ട് ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത ആൾക്കാർക്ക് കുറച്ച് പ്രയാസമാണ്. നിങ്ങൾക്ക് ഒരു കൂട്ടുകാരുണ്ടായിരിക്കും, അവരെ വിശ്വസിക്കേണ്ട. അതേപോലെ ഒരു പെണ്ണുമായിട്ടും ചെറിയൊരു പ്രശ്നമുണ്ട്. അവരെയും വിശ്വസിക്കരുതെന്നാണ് ഇത് പറയുന്നത്. അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളാണ് വരുന്നത്.
ഇതാണെങ്കിൽ കുഴപ്പമില്ല. ഇത് സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾക്ക് നല്ലതാണ് വരുന്നത്. അത് കുടുംബ പരദേവതേനെ ഭജിക്കുക, ഒക്കെ നല്ലത് കിട്ടും. എല്ലാ മാസത്തിലും കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് അതെവിടെ ആയാലും ശരി കുഴപ്പമില്ല. അച്ഛൻ്റെ കുടുംബക്ഷേത്രമായാലും അമ്മയുടെ കുടുംബക്ഷേത്രത്തിലൊക്കെ പോയി മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി അവിടെ തൊഴുത് അവിടേക്ക് എന്തെങ്കിലും കയ്യിലുള്ള വഴിപാട് കൊടുക്കുക. കയ്യിലുള്ളതിനനുസരിച്ച് യഥാവിധി വഴിപാടെന്നാണ് പറയുന്നത്. അപ്പോൾ കയ്യിലുള്ളതിനനുസരിച്ചൊക്കെ കൊടുക്കുക. ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാം നിങ്ങൾക്ക് നടക്കും, എല്ലാ ഐശ്വര്യങ്ങൾ വരുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചെറിയൊരു റീഡിംഗ് ആണ്. എല്ലാവരും കാണണം, കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.